സ്വർഗത്തിലില്ല. ഒരാളിപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ലോറി വന്നില്ലെങ്കിൽ നമുക്ക് പച്ചക്കറി ഇല്ല, ബന്ധു അല്ലേ? അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ വിളവെടുപ്പ് കുറഞ്ഞു പോയാൽ ആ സാധനം നമുക്ക് സുലഭമായി കിട്ടില്ല. ചിലപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ കടയിൽ ചെല്ലുമ്പോൾ പറയും തീർന്നു പോയി, അല്ലെ? അങ്ങനെയൊക്കെ സ്വർഗത്തിൽ അങ്ങനെ തീർന്നു പോയി എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല, ബന്ധില്ല, നിലച്ചു പോകില്ല. ഒന്നും ഒരു ആഗ്രഹവും ഒരിക്കലും ഒന്നില്ല, വെയിറ്റ് ചെയ്ത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ആപ്പിൾ ജ്യൂസിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ വെയിറ്റർമാർ വന്നിട്ട് പറയാണ് ഇത് കുറച്ചേരം വെയിറ്റ് ചെയ്യും. അങ്ങനൊരു പരിപാടി ഇവിടെ ഇല്ല, സ്വർഗത്തിൽ ഇല്ല. രണ്ടാമത് മമ്നുവിന്റെ രണ്ടാമത്തെ അർത്ഥം അത് എടുത്തു പറയാത്തതാണ്. എടുത്തു പറയില്ല. ഇത് സ്വർഗത്തിൽ നമ്മൾ ഇങ്ങനെ സുഭിക്ഷമായി അനുഭവിച്ച് രാജകീയമായ ജീവിതം നയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മലക്ക് പറയുന്നു കൂട്ടിക്കോ, ഉഷാറായിട്ട് ഇരിക്കുന്നു, ഓസി കിട്ടിയതല്ലേ എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അതോടുകൂടി കറ്റുപോയില്ലേ? അല്ലേ? ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, സ്വർഗമെന്നാണ് നീ കണ്ടാൽ, പ്രവാചകനോട് പറയുന്നത്. അതിന്റെ യാഥാർത്ഥ്യം കാണുമ്പോൾ എന്താണ് അനുഭവം? അവിടെ നിനക്ക് കാണാൻ കഴിയുന്നത് മുൽക്കൻ കബീറ, നഈമ്, അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ. മുൽക്കൻ കബീറ, അതിബൃഹത്തായ ഏറ്റവും മഹത്തരമായ ആധിപത്യവും നിനക്ക് അവിടെയുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാര്യയും മാത്രമാണെന്ന് വിചാരിക്കട്ടെ. വിരക്തമായി ഞാനും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എത്ര ദിവസം ഇങ്ങനെ ഇരിക്കും? കുറെ അങ്ങോട്ട് പരക്കപ്പായത്, കുറെ ഇങ്ങോട്ട് പരക്കപ്പായത് തീർന്നു എന്ന് വിചാരിക്കണ്ട. ഓരോരുത്തരുടെ സ്വർഗത്തിലും കോടാനുകോടി മനുഷ്യന്മാർ വേറെയുണ്ട്. പക്ഷെ അവരൊന്നും ദുന്യാവിൽ ജീവിച്ചവരല്ല എന്ന് മാത്രം. പിന്നെയോ സ്വർഗത്തിൽ നേർക്ക് നേരെ സൃഷ്ടിക്കപ്പെട്ട ആടും പെണ്ണുങ്ങളും കുട്ടികളുമായിട്ട് പരിചാരകരും ഒക്കെ ആയിട്ട് കോടാനുകോടി മനുഷ്യന്മാര് എവിടെയുണ്ട്? ഓരോ മനുഷ്യരുടെയും സ്വർഗത്തിലുണ്ട്. സ്വർഗം എന്ന് പറയുന്നത് നമ്മളെ ഒരു വീടും ആ വീട്ടിന്റെ പരിസരവും അടങ്ങിയ ഒരു പ്രദേശം എന്ന് വിചാരിക്കേണ്ടതില്ല. ഓരോ മനുഷ്യന്മാർക്കും 4 സ്വർഗം എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്, അല്ലെ? ഓരോ മനുഷ്യന്മാർക്കും 4 സ്വർഗം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, രണ്ടും സൂറത്ത് റഹ്മാനിൽ തന്നെയാണ് പറയുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഞാൻ എന്റെ കർമ്മങ്ങളുമായി വിചാരണയ്ക്ക് നിൽക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ട മനുഷ്യന് 2 സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ കുറെ സവിശേഷതകളും ഗുണഗണങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, വമിൻ ദൂനിഹിമാ ജന്നതാൻ, ഇതിലുപരിയായി പിന്നെയുമുണ്ട് 2 സ്വർഗങ്ങൾ. ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചൊരു വിഷയമുണ്ട്. നമ്മൾ ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന സാധനമുണ്ട്. നക്ഷത്രങ്ങൾ, നമ്മൾ പാതിരാത്രി കാണുന്ന നക്ഷത്രങ്ങളെ പറ്റി ഗവേഷണം നടത്തിയിട്ട് ബൈനോക്കുലർ വെച്ചൊക്കെ നോക്കി അങ്ങനെ ഇന്ന് നമ്മൾ നമ്മുടെ കണ്ടുപിടുത്തങ്ങളിലൂടെ കണ്ടെത്തിയിരിക്കുന്നു കോടാനുകോടി നക്ഷത്രങ്ങളാണ് അന്തരീക്ഷത്തിലുള്ളത്. എന്തിനും നമുക്ക് രാത്രി നമ്മൾ അധികവും നോക്കല്ലേ, എപ്പോഴാണോ മുറ്റത്തിറങ്ങിയിട്ട് നോക്കിയെന്ന് നോക്കി. പിന്നെ മുമ്പൊക്കെ കുറച്ചുകൂടി ഉപയോഗം ഉണ്ടായിരുന്നു, ഇന്ന് അത്രയില്ല. എന്തായിരുന്നു? ആളുകൾക്ക് ദിശ മനസ്സിലാക്കുവാനും കടലിലൂടെയും മരുഭൂമിയിലൂടെയൊക്കെ സഞ്ചരിക്കുവാനും ഒക്കെ ഈ നക്ഷത്രങ്ങളുടെ ദിശ നോക്കിയിട്ട് പോയിരുന്നു. അതുകൊണ്ട് അന്ന് ഗോളശാസ്ത്രം വലിയൊരു ശാസ്ത്രമായി പല ആളുകൾക്കും അറിയാവുന്ന രൂപത്തിലുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് എന്തില്ല, സൂര്യന്റെ അന്തരീക്ഷം കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും അറിയില്ല. നവഗ്രഹങ്ങളൊക്കെ പറയാമെന്നല്ലാതെ വേറൊന്നും അറിയാത്തൊരവസ്ഥയിലാണത്. പഠിക്കുന്നുണ്ട്, കുറെ ഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് എന്ന് പഠിക്കുന്നു, അല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കോടാനുകോടി നമ്മൾ നിലകൊള്ളുന്ന ഭൂമി നിലകൊള്ളുന്ന സൂര്യ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗാലക്സിയിൽ 13,000 കോടി നക്ഷത്രങ്ങളുണ്ട്. 13,000 കോടി നക്ഷത്രങ്ങൾ. മനുഷ്യന്മാർ എത്ര ഉള്ളതെന്ന് അറിയോ? ഭൂമിയിലാകെ 700 കോടി. മനുഷ്യന്മാരാകെ ഉള്ളത് 700 കോടി. ഓരോ മനുഷ്യന്മാർക്കും 4 നക്ഷത്രം പറ്റി കൂട്ടിയാൽ നക്ഷത്രം പിന്നെയും ബാക്കിയാണ്. ഒരു ഗാലക്സിയുടെ കഥയാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ ആയിരക്കണക്കിന് ഗാലക്സികൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ഗാലക്സികളുടെ കൂട്ടത്തെ ക്ലസ്റ്റർ എന്ന് പറയും. 10,000കണക്കിന് ക്ലസ്റ്ററുകൾ ഇവിടെയുണ്ട്. ഇതെല്ലാം കൂടി ആയപ്പോൾ പടച്ചോൻ പറഞ്ഞു വളർന്നത് വയ്യുന്ന സമാഹത്തിന്റെ മസാദിഹ, 1-ാം ആകാശത്തെ നാം വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇനിയും 6 ബാക്കിയുണ്ട്, തീർന്നില്ല. ഓരോ സെക്കൻഡിലും പ്രപഞ്ചം പ്രകാശത്തെക്കാൾ വേഗതയിൽ വലുതായിക്കൊണ്ടിരിക്കുന്നു. പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. അതുകൊണ്ടാണ് നമ്മൾ റൂമിൽ ലൈറ്റ് ഉണ്ട്, സ്വിച്ച് ഓഫാക്കിയ ഉടനെ ഇരുട്ടായി. ഈ വെളിച്ചമൊക്കെ കൊണ്ടുപോയി അത് ആ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച് പോയി. ഏകദേശം ഭൂമിക്ക് പുറത്തു പോയി എന്നർത്ഥം. ഭൂമി എന്ന വിശാലമായ, അല്ലെ, നമ്മുടെ കാഴ്ചപ്പാട് ഭൂമി ഒന്ന് ആലോചിച്ച് നോക്കി.
ഈ ഭൂമിക്ക് വെളിയിൽ പോയി. നമ്മളെ റൂമിലിട്ടിരുന്ന ലൈറ്റ്, റൂമിൽ നമ്മൾ വെളിച്ചം കണ്ടിരുന്ന പ്രകാശം സ്വിച്ച് ഓഫാക്കിയപ്പോഴേക്ക് ഇരുട്ടായതിന്റെ കാരണം ആ സെക്കൻഡിൽ അത് എവിടെ കഴിഞ്ഞു പോയി, ഭൂമിക്ക് പുറത്തേക്ക് സഞ്ചരിച്ചു പോയി. കാരണം അത്രമാത്രം വേഗതയിലാണ് പ്രകാശം സഞ്ചരിച്ചത്. 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ. നമ്മുടെ സെക്കൻഡ് സൂചി ഒന്ന് വെട്ടിത്തിരിയുന്ന സമയം കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ പ്രകാശം സഞ്ചരിച്ചു പോകും. ഈ പ്രകാശത്തെക്കാൾ വേഗതയിലാണ് ഓരോ സെക്കൻഡിലും ഈ പ്രപഞ്ചം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നത്. പടച്ചോൻ ഇതൊന്നും ചിന്തിച്ചാൽ തന്നെ ഉണ്ടാവില്ല. പടച്ചോനെ മുൻനിർത്തി ചിന്തിച്ചില്ലെങ്കിൽ ഭ്രാന്തായി പോകുന്ന അവസ്ഥയിലാണ് പ്രപഞ്ചത്തിന്റെ വികാസം നിലനിൽക്കുന്നത്. അങ്ങനെ ചെയ്യാമെന്ന അവസ്ഥപ്പോഴേക്കും പടച്ചതമ്പുരാൻ എന്ത് ചെയ്യുന്നു? സ്വർഗം ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞത്, വസാര്യവും ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു വഇദ്ദത്തിൽ മുത്തഖീൻ. നിങ്ങൾ തിരക്കിട്ട് നന്മകൾ ചെയ്യണം. ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് നാളേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കരുത്, പെട്ടെന്ന് ചെയ്തിരിക്കുക. ഇല്ലെങ്കിൽ പിശാച് വന്നിട്ട് എന്ത് ചെയ്യും? അത് വേണോ വേണ്ട എന്നുള്ള പോലത്തിലേക്കാക്കും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ അവസ്ഥ തന്നെ ഇപ്പൊ ചെയ്ത നന്മയോർത്ത് ദുഃഖിക്കുന്ന സാഹചര്യം വരെ വിശ്വാസികളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. ചെയ്ത നന്മയോ ഓർത്ത് ദുഃഖം. ഒരാൾ വന്ന് പ്രയാസങ്ങളൊക്കെ വല്ലാണ്ട് പറഞ്ഞപ്പോ ഒരു 250 രൂപ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൊടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ വിചാരിക്കണം 250 വേണ്ടിയില്ല, മുപ്പര് വേറെ പോയിട്ട് അങ്ങ് വാങ്ങുമല്ലോ. എൻ്റെ അടുത്ത് 250 വേറെ ആളുകൾ പോയി പറഞ്ഞിട്ട് വാങ്ങും, 100 കൊടുത്താൽ മതിയായിരിക്കും. ചിന്തിക്കാൻ കൊടുത്ത് ചെയ്ത നന്മയെ ഓർത്ത് ദുഃഖിക്കുന്ന സാഹചര്യം അല്ലേ? പിന്നെ മുമ്പ് ഒരു പണ്ഡിതൻ പറഞ്ഞ പോലെ കേൾക്കുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ദാനധർമ്മം കൊടുക്കുന്ന സമയത്ത് ആദ്യം കൊടുക്കാൻ ആവേശം വന്നിട്ട് പിശാച് പെട്ടെന്ന് കയറിയിട്ട് ഇടപെട്ടിട്ട് അന്നത്തെ വായിക്കായി. ഒരാൾ പ്രയാസമൊക്കെ പറഞ്ഞിങ്ങനെ ബക്കറ്റും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രയാസം